വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എറണാകുളത്ത് വളയഞ്ചിറങ്ങരയിൽ മനോഹരമായ ഒരു വില്ല പ്രൊജക്ടിന്റെ ഭാഗമായ 3BHK വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ്. ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി 3BHK 7 സെന്റ് സ്ഥലത്ത് 1750 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സ്പേസും 5 കാർ പാർക്കിംഗ് സ്പേസോട് കൂടിയാണ് വരുന്നത്. ഈ വീടിന്റെ താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് ഉള്ളത്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 350 മീറ്റർ, കോളഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് 12 കിലോമീറ്റർ, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 12 കിലോമീറ്റർ, എടപ്പള്ളി ലുലു മോളിലേക്ക് 25 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 19 കിലോമീറ്റർ, കാക്കനാടേക്ക് 21 കിലോമീറ്റർ, റെയിൽവേ സ്റ്റേഷനിലേക്ക് 17 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 19 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 19 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. നമുക്കിനി ഈ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഈ ഒരു മനോഹരമായ വീടിന്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ട്രഡീഷണൽ ലുക്കിൽ കോമ്പിനേഷൻ എലിവേഷൻ ആണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം റൂഫ് ടൈൽസ് ഒക്കെ എലിവേഷനിൽ വന്നിട്ടുണ്ട്. കൂടാതെ എലിവേഷന് ഭംഗി നൽകാനായി 2-way ലൈറ്റ്സും ലാറ്ററൈറ്റ് ഡിസൈനിലുള്ള ടൈലുകളും ഗ്രിഡ് ഡിസൈനുള്ള ടൈലുകളും ടെക്സ്ചർ വർക്കുകളും 2-way ലൈറ്റും സ്പോട്ട് ലൈറ്റും എല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. 4.5 മീറ്ററോളമാണ് ഇന്റേണൽ റോഡ് വരുന്നത്. ഇനി ഇവിടെ റോഡിന്റെ വർക്ക് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. ഒരു ഗേറ്റഡ് വില്ല പ്രൊജക്റ്റ് ആയിട്ടാണ് ഈ ഒരു വില്ല വരുന്നത്. എലിവേഷൻ തെക്ക് ദർശനമായും മെയിൻ ഡോർ കിഴക്ക് ദർശനമായുമുള്ള ഈ വീടിന് 5 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് ഇന്റർലോക്ക് കട്ടകളും ആർട്ടിഫിഷ്യൽ ഗ്രാസും പെബിൾസും എല്ലാം നൽകിയിട്ടുള്ള വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. വീടിന്റെ സൗത്ത് സൈഡിലായിട്ട് 19 അടിയോളമാണ് വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് 4 കാർ പാർക്കിംഗ് സ്പേസ് ആണ് ലഭിക്കുന്നത്. കൂടാതെ വീടിനോട് ചേർന്ന് പ്ലാന്റർ ബോക്സും നൽകിയിട്ടുണ്ട്. അതിൽ നാച്ചുറൽ പ്ലാന്റ്സും വരുന്നുണ്ട്. വീടിന്റെ ഫ്രണ്ട് സൈഡായ ഈസ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ 10.5 അടിയോളമാണ് ഈ ഒരു ഭാഗത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് എക്സ്ട്രാ കാർ പാർക്കിംഗ് സൗകര്യവും അതുപോലെ തന്നെ 2 വീലർ പാർക്കിങ്ങിനുള്ള സൗകര്യവും ലഭിക്കുന്നുണ്ട്. കോമ്പൗണ്ട് വാൾ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ടെക്സ്ചർ വർക്കൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈസ്റ്റ് സൈഡ് എല്ലാം തന്നെ ഇന്റർലോക്ക് കട്ടകളും അതുപോലെ തന്നെ പെബിൾ ഡിസൈനും ആർട്ടിഫിഷ്യൽ ഗ്രാസും എല്ലാം നൽകി വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ സിറ്റ് ഔട്ടിനോട് ചേർന്നും പ്ലാന്റർ ബോക്സ് നൽകി നാച്ചുറൽ പ്ലാന്റ്സ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ സൈഡിലായിട്ട് ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. വീടിന്റെ നോർത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.5 അടിയോളമാണ് ഈ ഒരു ഭാഗത്തെ വിട്ട് വരുന്നത്. ഇന്റർലോക്ക് കട്ടകളും പെബിൾ ഡിസൈനുമാണ് ഇവിടെയും വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. അതുകൊണ്ട് തന്നെ വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷനാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഫുള്ളി ഷീറ്റ് കൊണ്ട് കവർ ചെയ്തെടുത്തിരിക്കുകയാണ്. ഒരു കോർണറിലേക്ക് മാറി ഒരു അലക്കുകല്ലും ടാപ്പും നൽകിയിട്ടുണ്ട്. വീടിന്റെ വെസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 5 അടിയോളമാണ് ഈ ഒരു ഭാഗത്തെ വിട്ട് വരുന്നത്. മെറ്റലാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. ഈ സൈഡിലായിട്ട് ഒരു ടാപ്പ് നൽകിയിട്ടുണ്ട്. കൂടാതെ വെസ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു ഡ്രെയിനേജും ലഭിക്കുന്നുണ്ട്. നമുക്കിനി ഈ വീടിന്റെ സിറ്റ് ഔട്ടിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റും മൊറോക്കൻ ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആയ ഒരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. 6-7 ചെയറോളം ഇടാനുള്ള സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ലഭിക്കുന്നുണ്ട്. പില്ലറുകൾക്കെല്ലാം തന്നെ താഴ്ഭാഗത്തായിട്ട് ലാറ്ററൈറ്റ് ഡിസൈനുള്ള ടൈൽസും മുകൾ ഭാഗത്തേക്ക് വുഡൻ ടെക്സ്ചർ പെയിൻറ്റുമാണ് നൽകിയിരിക്കുന്നത്. പുള്ളി സീലിംഗ് ഒക്കെ ചെയ്ത് ഹാങ്ങിങ് ലൈറ്റും കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ തേക്കൻ തടിയിൽ ഒറ്റ പാളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള ഡിസൈനിലാണ് ഈ ഒരു മെയിൻ ഡോർ വരുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ ലിവിംഗ് സ്പേസിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു ലിവിങ്ങിന് 12.5 അടിയോളം നീളവും 12 അടിയോളം വീതിയുമാണ് ഉള്ളത്. മൊറോക്കൻ ടൈൽ തന്നെയാണ് ഇവിടെയും ടൈലിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സൗത്തിലേക്ക് വലുപ്പമുള്ള ഒരു 3 ഡോർ വിൻഡോയാണ് വരുന്നിരിക്കുന്നത്. വിൻഡോയ്ക്ക് ബ്ലൈൻഡ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള സോഫ സെറ്റിനും കോഫി ടേബിളുമുള്ള സ്പേസ് നമ്മുടെ ഈ ലിവിങ്ങിന് ലഭിക്കുന്നുണ്ട്. വെസ്റ്റ് സൈഡ് വാൾ കംപ്ലീറ്റ്ലി വാൾപേപ്പറാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കിലേക്ക് വരികയാണെങ്കിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ TV യൂണിറ്റ് വന്നിരിക്കുന്നത്. റൊട്ടേഷൻ ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഒരു TV യൂണിറ്റ് നൽകിയിരിക്കുന്നത്. സൈഡിലും മുകളിലും എല്ലാം ആയി ഡെക്കർ സ്പേസ് നൽകി അതിലെല്ലാം സ്പോട്ട് ലൈറ്റും നൽകിയിട്ടുണ്ട്. ലിവിങ്ങിൽ നിന്ന് ഡൈനിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോൾ ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറയുടെ വാഷ് കൗണ്ടറാണ് വരുന്നത്. വലുപ്പമുള്ളൊരു കൗണ്ടർ സ്പേസാണ് നമുക്ക് ലഭിക്കുന്നത്. താഴെയും അതുപോലെ തന്നെ ഇരു ഭാഗത്തുമായിട്ട് നമുക്ക് സ്റ്റോറേജും ക്രോക്കറി യൂണിറ്റും എല്ലാം ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ ഒരു സൈഡിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്ത് കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടും ചെറിയൊരു കൗണ്ടർ സ്പേസ് ലഭിക്കുന്നുണ്ട്. നമുക്ക് എല്ലാ ഓഫീസ് ടേബിളോ സ്റ്റഡി ടേബിളോ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ആയിട്ടാണ് നമ്മുടെ സ്പേഷ്യസ് ആയ ഡൈനിങ് വരുന്നത്.
ഈ ഒരു ഡൈനിങ് സ്പേസിന് 14 അടിയിലേറെ നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിൾ ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ഈ ഒരു പോർഷൻ വരുന്നത്. മുകളിൽ പർഗോളകളൊക്കെ നൽകി ഗ്ലാസ് കൊണ്ട് കവർ ചെയ്ത് ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റും നൽകിയിട്ടുണ്ട്. റിമൈനിങ് പോർഷനും ഭംഗിയായി സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് പ്രൊഫൈൽ ലൈറ്റ് സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഈ വീട്ടിൽ വീഗാന്റെ വയസ്സും വീഗാന്റെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചണിലൊഴികെ ബാക്കി എല്ലായിടത്തും മൊറോക്കൻ പാറ്റേണിലുള്ള ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചണിലേക്ക് വരാം. കിച്ചൻ്റെ എൻട്രൻസ് ഭാഗത്ത് മുകളിലായിട്ട് പാനലിംഗ് വർക്കൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റ് നൽകിയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് നമ്മുടെ ഈ കിച്ചൺ വരുന്നത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വരുന്നത്. ഈസ്റ്റിലേക്ക് 2 ഡോർ വിൻഡോയും നോർത്തിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകൾക്കെല്ലാം തന്നെ ബ്ലൈൻഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഗ്രാനൈറ്റിലാണ് കൗണ്ടർ ടോപ്പ് വരുന്നത്. അത്യാവശ്യം വലുപ്പമുള്ളൊരു കൗണ്ടർ സ്പേസ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വലുപ്പമുള്ളൊരു സിങ്കും ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. 2 ലെയറായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ്, അതും വുഡൻ ടെക്സ്ചറുള്ള മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള സ്പേസ് വരുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറ് സ്കിൻ ഡോറിലാണ് വരുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 14 അടിയിലേറെ നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്കും വെസ്റ്റിലേക്കും 3 ഡോർ വിൻഡോകൾ നൽകി വിൻഡോസിന് ബ്ലൈൻഡ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സൗത്ത് സൈഡിലെ വോളിനായിട്ട് ഡിഫറൻറ്റ് കളർ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സീലിംഗിലേക്ക് വരികയാണെങ്കിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിൻ്റെ വലുപ്പമുള്ളൊരു വാൾഡ്രോബ് വരുന്നുണ്ട്. വാൾഡ്രോബിൽ മിററും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ഈ ഒരു സ്പേഷ്യസ് ആയ ബാത്റൂമിന് വന്നിരിക്കുന്നത്. ഹീറ്റർ എന്നുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനുള്ള പ്രൊവിഷൻ ഈ ഒരു ബാത്റൂമിന് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും സ്കിൻ ഡോറിലാണ് വരുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 13.5 അടിയിലേറെ നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്കും വെസ്റ്റിലേക്കും 3 ഡോർ വിൻഡോകൾ നൽകി ബ്ലൈൻഡ്സും യൂസ് ചെയ്തിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ഈ ഒരു ബാത്റൂമിലും എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനുള്ള പോർഷനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ വുഡൻ ടെക്സ്ചറുള്ള മാറ്റ് ഫിനിഷ് സ്റ്റൈൽ യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ വുഡും MS യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ തന്നെ സ്റ്റെയറിനോട് ചേർന്ന് വാൾ കംപ്ലീറ്റ്ലി വാൾപേപ്പറാണ് നൽകിയിരിക്കുന്നത്. ഭംഗിയുള്ളൊരു വാൾ ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഈസ്റ്റിലേക്ക് 2 ഡോർ വിൻഡോ നൽകി ബ്ലൈൻഡ്സും നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ എത്തിച്ചേരുന്നത് ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. അപ്പർ ലിവിംഗ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് സൗത്തിലേക്ക് 2 ഡോർ വിൻഡോ നൽകി ബ്ലൈൻഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമ്മൾ ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ് വരുന്നത്. ഒരു കോർണറിലേക്ക് മാറിയാണ് മുകളിലത്തെ നിലയിൽ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തെ സീലിംഗിലേക്ക് വരികയാണെങ്കിൽ പ്രൊഫൈൽ ലൈറ്റ് സ്പോട്ട് ലൈറ്റും ഒക്കെയാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ വെസ്റ്റ് സൈഡ് വാൾ കംപ്ലീറ്റ്ലി വാൾപേപ്പറാണ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ട് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് ആണ് വരുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു പവർ പോയിന്റ് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്പേസിൽ ഒരു ഓഫീസ് ടേബിളോ സ്റ്റഡി ടേബിളോ ഒക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും സ്കിൻ ഡോറിലാണ് വരുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിനും 14 അടിയിലേറെ നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്കും വെസ്റ്റിലേക്കും 3 ഡോർ വിൻഡോ നൽകി ബ്ലൈൻഡ്സും യൂസ് ചെയ്തിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മച്ചാണ് നൽകിയിരിക്കുന്നത്. ഓപ്പൺ ചെയ്ത് മുകളിലേക്ക് കയറാവുന്ന രീതിയിലാണ് ഈ ഒരു മച്ച് വന്നിരിക്കുന്നത്. 2 ഹാങ്ങിങ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിൻ്റെ വലുപ്പമുള്ള ഒരു വാൾഡ്രോബ് വരുന്നുണ്ട്. വാൾഡ്രോബ് മിററും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയി ഈ ഒരു ബാത്റൂമിലും എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ സ്പേഷ്യസ് ആയ യൂട്ടിലിറ്റി വരുന്നത്. ഫുള്ളി ഷീറ്റ് കൊണ്ട് കവർ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു യൂട്ടിലിറ്റി സ്പേസിൻ്റെ ഒരു കോർണറിലേക്ക് മാറിയാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്ക് വരാം. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു പോർഷൻ നമുക്ക് ഓപ്പൺ ബാൽക്കണിയായിട്ടാണ് ലഭിക്കുന്നത്. 7 സെന്റ് സ്ഥലത്ത് 1750 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സ്പേസും 5 കാർ പാർക്കിംഗ് സ്പേസും അടങ്ങുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്നത് 65 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വില്ലകൾ, വീടുകൾ, പ്ലോട്ടുകൾ എന്നിവ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും വീടുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും ബ്രോക്കറേജ് ഫീ ഇല്ലാതെ ഇവയെല്ലാം സ്വന്തമാക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സെയിൽസ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.